മോട്ടോർ ബൈക്കിൽ ലോകം ചുറ്റാനിറങ്ങിയ ബ്രിട്ടീഷ് ദമ്പതികളെ ഇറാൻ അറസ്റ്റ് ചെയ്തത് ചാരപ്രവൃത്തി ആരോപിച്ചെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പാശ്ചാത്യ ഇന്റലിജൻസ് ഏജൻസിയുമായി ഇവർക്ക് ബന്ധമുണ്ടെന്നാണ് ഇറാൻ ഉയർത്തുന്ന പ്രധാന ആരോപണം. പ്രായം 50-ന് മുകളിലുള്ള ക്രെയ്ഗ് ലിൻഡ്സെ ഫോർമാൻ ദമ്പതികളെ ഇക്കഴിഞ്ഞ ജനുവരിയിലാണ് വ്യക്തമാകാത്ത സുരക്ഷാ കാരണങ്ങളാൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. വിനോദസഞ്ചാരികൾ എന്ന ഭാവത്തിൽ ദമ്പതികൾ ഇറാനിൽ പ്രവേശിക്കുകയും കെർമാൻ പ്രവേശിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഇവർ പല വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തതായി ജുഡീഷ്യറി വക്താവ് അസ്ഗാർ ജഹാംഗീർ വെളിപ്പെടുത്തി. ദമ്പതികൾക്ക് വിദേശ ചാര സംഘടനകളുമായുള്ള ബന്ധം സ്ഥിരീകരിച്ചുവെന്ന് കെർമൻ ജുഡീഷ്യറി ചീഫ് ഇബ്രാഹിം ഹമീദി പറഞ്ഞതായി ജുഡീഷ്യറിയുടെ മിസാൻ ഓൺലൈൻ വെബ്സൈറ്റിൽ പറയുകയും ചെയ്യുന്നുണ്ട്. ഒന്നിലധികം പ്രവേശികളിൽ നിന്നും ഈ ദമ്പതികൾ വിവരം ശേഖരിച്ചതായും ശത്രു രാജ്യങ്ങളിലെയും പാശ്ചാത്യ രാജ്യങ്ങളിലെയും രഹസ്യാന്വേഷണ സംഘടനകളുമായി ബന്ധം പുലർത്തുന്ന ചില ഗൂഢ സംഘടനകളുമായി ഇവർക്ക് ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയതായും വക്താവ് ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഡിസംബർ 30-നാണ് കാർപ്പന്ററായ ക്രെയ്ഗ് ഫോർമാനും ലൈഫ് കോച്ചായ ഭാര്യ ലിൻഡ്സെയും അർമേനിയ വഴി ഇറാനിലേക്ക് എത്തിയിരുന്നത്. ജനുവരി 4-ന് ഇവർ ഇറാനിൽ നിന്നും ഓസ്ട്രേലിയയിലേക്ക് പോകാനായിരുന്നു പ്രധാനമായും ഉദ്ദേശിക്കുകയും ചെയ്തിരുന്നത്. ഇറാനിൽ എത്തിയതിനു ശേഷം അവർ ട്രാബിസ്, ടെഹ്റാൻ, ഇസ്ഫഹാൻ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് താമസിച്ചിരുന്നത്. കെർമാനിലേക്ക് പോകുന്ന വഴിയായിരുന്നു ഇവർ അറസ്റ്റിലായതും. ഇറാനിൽ അങ്ങോളം ഇങ്ങോളം കറങ്ങി പല വിവരങ്ങളും ശേഖരിച്ചതായാണ് ഇറാൻ ജുഡീഷ്യറി വക്താവ് പ്രധാനമായും ആരോപിക്കുന്നത്. നേരത്തെ ചാനൽ 4-ലെ എ ന്യൂ ലൈഫ് ഇൻ ദി സൺ എന്ന പരിപാടിയിലൂടെ ദമ്പതികൾ വലിയ ജനശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. കുറഞ്ഞ ജീവിത ചെലവ്, അതിശക്തമായ കാലാവസ്ഥ, ജീവിതശൈലി, കൂടുതൽ സമാധാനപരമായ അന്തരീക്ഷം എന്നിവയിലൂടെയൊക്കെ പ്രയോജനം പരമാവധി ഉപയോഗിക്കുവാനാണ് ഈ മാറ്റം എന്നായിരുന്നു അന്ന് അവർ പ്രധാനമായും പറഞ്ഞിരുന്നത്. ലോകം മുഴുവൻ മോട്ടോർ ബൈക്കിൽ സഞ്ചരിക്കാൻ ഇറങ്ങി തിരിച്ച ദമ്പതികൾ 5 ദിവസമായിരുന്നു ഇറാനിൽ തങ്ങാൻ പ്രധാനമായും ഉദ്ദേശിക്കുകയും ചെയ്തിരുന്നത്. മറ്റിടങ്ങളിൽ ചെയ്തതുപോലെ ഇറാനിലെ ദിവസങ്ങളും അവർ സമൂഹ മാധ്യമങ്ങളിൽ ചിത്രങ്ങൾ സഹിതം പങ്കുവെക്കുകയും ചെയ്തിരുന്നു. ഇറാന്റെ സൗന്ദര്യത്തെയും തദ്ദേശീയ ഭക്ഷണത്തിന്റെ രുചിഭേദങ്ങളെയും ഏറെ പുകഴ്ത്തിക്കൊണ്ടായിരുന്നു ഓരോ പോസ്റ്റും ഉണ്ടായിരുന്നത്. മനഃശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് ഉള്ള ലിൻഡ്സെ ഒരു ഗവേഷണ പ്രബന്ധം തയ്യാറാക്കുകയായിരുന്നുവെന്നും യാത്ര കഴിഞ്ഞ് തിരികെ എത്തിയാൽ അത് ബ്രിസ്ബെയിനിൽ സമർപ്പിക്കാൻ ഒരുങ്ങുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഫോറിൻ ഓഫീസിന്റെ മുന്നറിയിപ്പ് വകവയ്ക്കാതെയായിരുന്നു ഇവർ ഇറാനിലേക്ക് പ്രധാനമായും പോവുകയും ചെയ്തത്. ലോകത്തിലെ ഭൂരിഭാഗം ആളുകളും നല്ലവരാണെന്നും അർത്ഥവത്തായ ഒരു ജീവിതത്തിനായി കൊതിക്കുന്ന നിഷ്കളങ്കരായിരുന്നുവെന്നുമാണ് അവർ ഉയർത്തിയ വാദം. യാത്രയിലെ വെല്ലുവിളികൾ മനസ്സിലാക്കുമ്പോഴും വ്യത്യസ്തതരം ആളുകളുമായി ഇടപഴകുന്നതിലൂടെ ലഭിക്കുന്ന ആനന്ദം ആ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ പ്രേരിപ്പിക്കുന്നുവെന്നും അവർ വെളിപ്പെടുത്തുകയുണ്ടായി.